എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നെയ്മാർ ഒക്കെ എഴുതിയത് പോൾസനാണ്. ഇപ്പോൾ ഇതാ അതിരടി ഒരു കോളേജ് ക്യാമ്പസ് അടി കഥയുമായി എത്തിയിരിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം കേരളക്കാരാ? എല്ലാവർക്കും നമസ്കാരം. അനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് ഒരു പരിപാടി നടത്തുമ്പോൾ അടിപൊളിയായിരിക്കും. അതിലെടുത്ത ചിത്രം ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പൊ അതാണോ ഇതാണോ കടൽ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. താങ്ക് യു കാലിക്കറ്റ്, താങ്ക് യു സോ മച്ച്. സാധാരണ കാലിക്കറ്റുമായിട്ടുള്ള അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് മലപ്പറമ്പ് സുരേഷ് ചേട്ടന്റെ കൂൾബാറിൽ ഒരു അബൂതയും കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാണ് നമ്മൾ പോകാറ്. പക്ഷെ ഇതിപ്പോ മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷത്തിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അതിരടി. ഏറ്റവും ലൈഫിൽ തന്നെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരുന്നു അതിന്റെ ക്രൂ മെമ്പേഴ്സിനും അഭിനയിച്ചവർക്കും എല്ലാവർക്കും. അപ്പോൾ ആ സന്തോഷം മെയ് 14-ാം തീയതി നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒരു പോയിന്റെങ്കിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷകരമായിരിക്കും. 10-12 കൊല്ലം മുമ്പ് പുള്ളി ഇപ്പോൾ സംസാരിച്ചെങ്കിലും ആക്ച്വലി ഒരു സർട്ടിഫൈഡ് ഇൻട്രോവേർട്ടാണ് നമ്മുടെ സംവിധായകൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 10-13 കൊല്ലം മുമ്പ് സംവിധായകനാകണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എറണാകുളത്തെത്തിയ ഒരാളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ 1.5 അല്ലെങ്കിൽ 2 കൊല്ലമായിട്ട് അദ്ദേഹം ഇത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഈ സിനിമയെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഒരു വലിയ ക്രൂ അതിന്റെ പുറകിൽ കട്ടയ്ക്ക് കൂടുന്നത് മാത്രമാണ് നമ്മളെല്ലാം ചെയ്തത്. സോ അരുൺ ചേട്ടന്റെ ആ ഡ്രീം നന്നായിട്ട് തന്നെ തിയേറ്ററിൽ എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻക്രെഡിബിൾ ടേൺ ഔട്ട് ഹിയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അതെ, തീർച്ചയായിട്ടും ഒരു ഹാർട്ട് വാർമിംഗ് ആയിട്ടൊരു ടേൺ ഔട്ട് ആണ്. ഇവരുടെ വെള്ളം ഞാൻ അറിയിക്കാം, ആ ക്യാമ്പസ് ജീവിതങ്ങളിൽ നിന്നുമായിരിക്കാം അദ്ദേഹം തീരുമാനിച്ചത്, ഞാൻ ഇന്ന് ആ ക്യാമ്പസിനെ കുറിച്ച് ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, അതിന് അതിരടി എന്ന് പേരിടാൻ പോവാണ്. അതിന് ഏറ്റവും വലിയ ലോഞ്ച് നടത്താൻ പോകുന്നതും എന്റെ മണ്ണായ കോഴിക്കോടാണ്. കൺഗ്രാറ്റുലേഷൻസ്, താങ്കൾ അത് നേടിയെടുത്തിട്ടുണ്ട്. ഹായ്, ആദ്യം തന്നെ കോഴിക്കോടിനോട് പറയാനുള്ളത്, ഞാൻ ടെൻഷനാണ് ഇത്രയും ക്രൗഡ് കണ്ടിട്ട്. സത്യത്തില് എല്ലാവരും ഒന്ന് സേഫ് ആയിട്ടിരിക്കണം, കുട്ടികളെയൊക്കെ നോക്കണം. വെള്ളം കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നു, ബാക്ക് ടു ബാക്ക് നമ്മൾ കൊണ്ടുവരും. പിന്നെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. മീൻസ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, അത് ഒരു സമയമാകുമ്പോൾ നമ്മൾ തുടരും. അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും ഞാനെന്ന്. പിന്നെ ബേസിലേട്ടൻ ടോവിച്ചേട്ടനൊക്കെ വരാൻ പോകുന്നുണ്ട്, അവർ വരാനുള്ള റിയാഷിപ്പ് ഉണ്ട്, എല്ലാവരും വരാനുണ്ട്. അവർക്കായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഈ കോഴിക്കോട് വന്ന ആളാണ് ഞാൻ. ഒരു ബസ്സിൽ കയറിയിട്ടാണ് കോഴിക്കോട് ഞാൻ എത്തുന്നത്. ഫസ്റ്റ് 5 പൈസ ഇല്ലാണ്ട് കോഴിക്കോട് എത്തിയാണ്. അന്ന് 24-ാമത്തെ വയസ്സില്. 29-ാമത്തെ വയസ്സിൽ ഇന്ന് കോഴിക്കോട് നഗരത്തില് ഞങ്ങളിപ്പോ പറയുന്ന സൈലത്തിന്റെ കോഴിക്കോട് എന്നാണ്. എവിടെങ്കിലും തിരിഞ്ഞാൽ സൈലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5 കൊല്ലം കൊണ്ട് എത്തിയുന്ന ഒരു സന്തോഷത്തിന് ആ കോഴിക്കോടുകാരോടുള്ള നന്ദി ഞാൻ ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അവിടുന്ന് 29-ാമത്തെ വയസ്സിൽ ഒരു മലയാള സിനിമയിലേക്ക് എത്തുക, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു പടം അല്ല, ഈ വർഷം 5 പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ എന്റെ പടമാണ് അതിരടി എന്ന് പറയുന്നത്. 2ാമത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിക്കിന്റെ ടീമിന്റെ പടം ഞാനാണ് ചെയ്യുന്നത്. 3ാമത്തെ പ്രൊഡക്ഷനായി ജിത്തു മാധവൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആവേശത്തിന്റെ ഡയറക്ടർ. ആളുടെ വൈഫിന്റെ ഫസ്റ്റ് പടമാണ്. പക്ഷെ പിന്നെ 4-5 ഉണ്ട്, അത് ഈ ആഴ്ച അനൗൺസ് ചെയ്യും. ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള വലിയ പടങ്ങൾ വരാനും ഒക്കെ ഉണ്ട്. അപ്പം സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ സിനിമ പാഷൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇവന്റ് കോഴിക്കോട് നൽകണം, ഒരു എക്സ്പീരിയൻസ് നൽകണം എന്ന് വെച്ചാൽ. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ എന്റെ കൂടെ 2-3 ദിവസമായിട്ട് ഓഡിയോ വരെ കോഴിക്കോട് മീൻസ് മലപ്പുറംകാരനുണ്ട്. ആളെയും കൂടെ ഞാനൊന്ന് ജസ്റ്റ് വിളിക്കുകയാണ്. കാര്യം അവൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം നിഹാൽക്ക. ഇവിടെ ഉണ്ടോ നിഹാൽക്ക? നിഹാൽക്കയ്ക്ക് AV വേണ്ട, ഇതാണ് AV നിഹാൽക്കയുടെ. വീഡിയോയുടെ ആവശ്യമില്ലല്ലോ, എനിക്കറിയാം. അതിരടിയിൽ നിഹാൽക്ക ഉണ്ടോന്നൊക്കെ ഹനാന് കഴിഞ്ഞ ദിവസം കുറെ വീഡിയോയിലൊക്കെ പറഞ്ഞു. അതിരടിയിൽ നിഹാലില്ല, പക്ഷെ ഉടനെ നിഹാല് വരും. വരാൻ വേണ്ടി ഞങ്ങളെ പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. നിഹാൽക്ക സ്വന്തമാക്കുക. ഹായ്, ഇവര് ആക്ച്വലി ഇന്റെ വർത്താനം കേൾക്കാൻ കാത്തിക്കല് പരിപാടിക്ക് വെക്കുന്നവരാണ്. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പരിപാടി കോഴിക്കോട്. അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഫുൾ ടൈം ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസ് അതൊക്കെ ഓക്കെ അല്ലേ? ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല. അവര് പടം ഉണ്ടാക്കുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു. ഇങ്ങനത്തെ പരിപാടി മാത്രമാണ് ഞാൻ നടത്താൻ വരുന്നത്.
ഇനിയും കൂടുതൽ നടത്താം. ഇതിപ്പോ അതിരടി ഫസ്റ്റ്, ഇനി കരിക്ക് ഫസ്റ്റ്, കുറെ ഫെസ്റ്റുകൾ നടത്താം. പക്ഷെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കണം. കുറച്ച് പരിപാടികൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് തുടങ്ങാറായിട്ടില്ല. അത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുക. അതിനു മുമ്പ് കുറച്ച് പരിപാടി അവിടെ നിന്ന് വരാനുണ്ട്. ഇത് ഒരു പരിപാടി കണ്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാറിന് വരെ നമ്മൾ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള നിഹാൽക്ക് കണ്ടു കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർസ് വരാനുണ്ട്, ഗ്ലോബൽ സ്റ്റാർ വന്നു. എല്ലാം നിങ്ങൾ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് സമാധാനമായിട്ട് അവിടെ നിൽക്കുക. എല്ലാ സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. ശരാശരി ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ആഗ്രഹമാണ് സിനിമയിൽ ഒരു നല്ല കഥാപാത്രം അഭിനയിക്കണമെന്ന്. അത് മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണല്ലോ. ഇന്നെന്ത് തോന്നുന്നു? അതിനിടെ ഇറങ്ങാൻ പോവാണ് മെയ് 14. കോഴിക്കോടിന്റെ നമസ്കാരം. ഞാൻ വർഷങ്ങൾ മുമ്പേ ആദ്യമായിട്ട് കോഴിക്കോട് വന്നത് ഒരു ഓഡീഷന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് റിജക്റ്റ് ആയിപ്പോയി. ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം അതിരടിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വരാൻ സാധിച്ചതിൽ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഐ എം ഗ്രേറ്റ്ഫുൾ. ഡ്രീംസ് ഡു കം ട്രൂ എന്നൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് അതിരടിയിൽ ഒരു ക്യാരക്ടർ, പരശു എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. മെയ് 14 എല്ലാവരും തിയേറ്ററിൽ ഒരു സെലിബ്രേഷൻ മൂഡിൽ പോയി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിഷ്ണു നമുക്ക് വേണ്ടി അതിരടിയിലെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. കുറെ സിനിമയിൽ ഇപ്പൊ ലാസ്റ്റ് ഏതെങ്കിലും പ്രതിച്ഛായ, അതിനു മുമ്പ് there were so many RDX and മസ്തിഷ്ക മരണം. I loved all of them. അതിരടിയിൽ നിന്നും എന്താണ് ഞങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? ഐ മീൻ ഉറപ്പായിട്ടും RDX ഇത്തരം സിനിമകളൊക്കെ ചെയ്ത് വന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ദുഷ്ടനായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയുക. മെയ് 14 ഇറങ്ങും. നിങ്ങളുടെയൊക്കെ സമയത്തിന് വില നൽകി നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഫീഡ്ബാക്ക് തരിക. താങ്ക് യു. ഒരു ഒച്ചയില്ലല്ലോ. താങ്ക് യു. ഇത്രയും നേരം ഒച്ചയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒച്ച ഉണ്ടാക്കാം. നല്ലൊരു കൈഡിയുടെ കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മളുടെ ഡെലുലുവിനെ നമുക്ക് കൈപിടിച്ചു കൊണ്ടുവരാം. ക്രേസി ക്രൗഡ് അല്ലേ? ഹാവ് യു സീൻ ദിസ് സോർട്ട് ഓഫ് മാഡ്നെസ്? ക്രേസി ക്രൗഡ്, really crazy crowd. Wow. Hi guys. Let's go say hi to all your Delulu lovers. Hi guys. Hello. Hi. Hey. What's up? എപ്പോഴും Calicut is a vibe, dude. I can't tell you. നിങ്ങളുടെ ഭാഷയിൽ എന്താണ്? It will be all the way to the back. All the way to the back. Do you guys love Delulu? Yeah, we do. Okay, എല്ലാവരും കൂടെ ഒരുമിച്ച് കോഴിക്കോടിന്റെ ഒരു വൈബ് നമുക്ക് ഡെലുലുവിനെ കാണിച്ചു കൊടുത്താലോ? Are you ready? Make some noise for Delulu! We'll get ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാമോ പ്ലീസ്? മോനെ എത്തിക്കാം മോനെ. ഒരു ബോട്ടിൽ വെള്ളം ഇങ്ങോട്ട് തരാമോ? എത്തുന്നുണ്ട്. അവിടെ കൊടുക്കാമേ. എത്തിക്കുന്നുണ്ട് guys. We're getting it. Alright. Thank you അറിയിച്ചതിന്. Okay, Riya. What's up? So now അതിരടിയാണ് റോൾ നമ്പർ 39, BTech സ്റ്റുഡന്റ് അറ്റ് BCET കോളേജ്. ലോയോള കോളേജിൽ നിന്നും BCETയിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്തൊക്കെയാണ്? ലിറ്ററലി കോളേജ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ സർവമായ കഴിഞ്ഞിട്ട് പിന്നെ അതിരടി. You don't like our backs. കൈപിടിച്ചു കൊണ്ടുപോകാൻ ഞാൻ പ്രിൻസിപ്പൽ ഓഫീസർ കോളേജ് എന്ന് പറഞ്ഞപ്പോൾ I suddenly felt my age. I'm like double your age. Continue. മതിയാ? ഇപ്പൊ ഫ്രണ്ട് കാണാമോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങളുടെ എനർജി കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഭയങ്കര ഹൈപ്ഡ് ആയിരിക്കാണ്. Wow, like so many people. അവിടെ വരുന്നുണ്ട് കുറെ പേര്. So nice. So happy, so excited. And ഇനി നിങ്ങൾ അതിരടി കണ്ടിട്ട് ഇത്രയും ഒരു എക്സൈറ്റ്മെന്റും ഹൈപ്പിലും ആ പടം എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. 14 ദിവസം കൂടെ ഉള്ളൂ. So I really hope that you all enjoy and I love the hype, man. Woo!
യു ആർ സ്വാതി ആർ കൃഷ്ണ അല്ലെ? സ്വാതി ആർ കൃഷ്ണ എന്ന ക്യാരക്ടർ ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. There is Basil Joseph as Sam Kutti, there is Tovino as Shri Kutten, പിന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ഷാൻ റഹ്മാൻ ഉണ്ട്. What should we expect? ബേസിക്കലി ഒന്നും എക്സ്പെക്ട് ചെയ്യലെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് ഫൺ. പടം കാണുമ്പോ എൻജോയ് ചെയ്ത് പടം കാണാം. ഡോണ്ട് എക്സ്പെക്ട് ബട്ട് എൻജോയ്. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വളരെ അനുസരണയോടെ നിൽക്കുന്നുണ്ട്. വിഷ്ണു, അരുൺ, ഷെൽവിൻ, അനന്തു എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരും. നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ കോർണറിൽ എന്തോ ബാക്ക് ബെഞ്ചേഴ്സിനെ പോലെ ഞങ്ങൾ പറഞ്ഞു വിട്ട പോലെ ഉണ്ട്. നിങ്ങൾ നടത്തി നോക്കി നടപ്പ്, മറ്റേ കോളേജ് ഫെസ്റ്റ് നടത്തുന്ന പോലെ അതല്ലേ സെറ്റപ്പ്. അനന്തുവിന്റെ ഫസ്റ്റ് സിനിമ. അനന്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? യോ ദ പ്രൊഡ്യൂസർ, സംവിധായകൻ, എഴുത്തുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വെൽക്കം ടു കോഴിക്കോട്. ബേസിൽ അല്ല, സാം ബോയ്. ഹലോ കാലിക്കറ്റ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു എനർജി തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ പറയാൻ അതിരടി എന്ന് പറയുന്ന ഒരു ലൈക് ഫൺ കമേഴ്ഷ്യൽ ക്യാമ്പസ് എന്റർടൈനർ ആണ്. ഒരു കോളേജ് ഫെസ്റ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സാം കുട്ടി, സാം ബോയ് എന്ന് പറയുന്നത്, അതായത് സാം ബോയ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. മെയ് 14 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കണ്ട്, നിങ്ങളൊക്കെ തന്നെ പോയാൽ മതി പടം ഹിറ്റാവാൻ. അപ്പോൾ ഇത്രയും പേരൊക്കെ തന്നെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഈ സ്നേഹം തന്നെ നിങ്ങൾ തിയേറ്ററുകളിലും കാണിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓൾസോ ഞാൻ ആദ്യമായിട്ട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സിനിമയും കൂടിയാണ്. ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ബാനറിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് അനന്തുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടെ ഉണ്ട്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഈ സിനിമയിലുണ്ട്. പുതിയൊരു ഡയറക്ടറാണ് അരുൺ, പുതിയ ഡെബ്യൂ ഡയറക്ടറാണ്. മിന്നൽ മുരളിയുടെ കോ റൈറ്റർ ആയിരുന്നു. പിന്നെ പോൾസൺ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടെലുലു, റിയ ഉണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് വേണ്ടി ഇനി വരാൻ ഇരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ടൊവിനോ, ഓഫ്കോഴ്സ് ശ്രീകുട്ടൻ വെള്ളാനായിട്ടും. പിന്നെ വിനീതേട്ടനുണ്ട്. വിനീതേട്ടനും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഷാനിക്കുണ്ട്, വിഷ്ണു ഉണ്ട്, പിന്നെ ഒരുപാട് പുതിയ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 80% ഓഫ് ദ ഫിലിം ഒരു ക്യാമ്പസിലാണ് നടക്കുന്ന, ഒരു കോളേജിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു ലൈക്ക് ഫുൾ ഫൺ പാക്ക് ക്യാമ്പസ് എന്റർടൈനർ സിനിമ ആയിട്ടാണ് ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയൂ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഒരു എനർജി, ഈ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു. ഇതൊരു സാധാരണ നൈറ്റ് അല്ല, ഇതൊരു അതിരടി നൈറ്റ് ആണ്. അത് മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ബേസിൽ. അപ്പൊ അത് കുറച്ച് വർഷം മുമ്പായിരുന്നു. ഇത് കുറച്ച് വർഷത്തിന് ശേഷം വീണ്ടും കോളേജിലേക്ക് തിരിച്ചു പോയപ്പം ആ ഒരു ലുക്കമൊക്കെ അങ്ങനെ എങ്ങനെയാണോ താൻ ഇപ്പോഴും 20 വയസ്സുകളിൽ നിൽക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഇപ്പൊ ഒരു ബർത്ത്ഡേ കൂടെ കഴിഞ്ഞു, വയസ്സ് കൂടുന്നില്ലല്ലോ എനിക്ക്. വയസ്സ് കൂടുന്നുണ്ട്, പക്ഷെ പണിയെടുത്തിട്ട് കുറച്ചാണ് സിനിമ. അങ്ങനെ കോളേജ് കുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കോളേജ് കുമാരനെ പോലെ ആവാം എന്ന് കുറച്ച് കഷ്ടപ്പെട്ട് ആയില്ലേ, കുറച്ച് കഷ്ടപ്പെട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പട്ടിണി കിടന്ന് അങ്ങനെ എത്തിച്ചതാണ്. ആദ്യമൊക്കെ കുറച്ച് പേര് ചോദിച്ചു ഷുഗർ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഷുഗർ അല്ല, ആക്ച്വലി വർക്കൗട്ടൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് കുറച്ചാണ് ഡയറ്റൊക്കെ ചെയ്ത് പട്ടിണിയായിരുന്നു പോയ കാലം, ഒരു 8-10 മാസം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇനി ഇതൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം. കോളേജ് കുമാരനെ പോലെ ഇല്ലേ നമ്മുടെ ബേസില്? ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് എന്തിനാ അവനെ കൊണ്ടുപോകാനാ വീട്ടിലേക്ക്? ഫോട്ടോ എടുക്കാനാണോ? എന്തിനാണ് അവൻ? ഒരു ശരീരമുള്ളൂ, ഞങ്ങൾക്ക് തിരിച്ചയക്കാറുണ്ട്. വെറുതെ ഒന്ന് നടന്നു അവരുടെ സന്തോഷം, ഒരു സന്തോഷത്തിന് വേണ്ടി സാം ബോയ് നടക്കുന്ന എനിക്ക് വേണ്ടി ഒരു ഹായ്. എല്ലാരും ഒന്ന് നന്നായി ഒന്ന് കൈയടിച്ചേ നമ്മുടെ ബേസിലിന്. Give him the loudest round of applause. ആദ്യമായി
ഒരു പ്രൊഡ്യൂസറിന്റെ തൊപ്പി അണിയുകയാണ് ഡോക്ടർ അനന്തുവിന്റെ കൂടെ ബേസിൽ ജോസഫ് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിരടി എന്ന ചിത്രത്തിൽ കോ പ്രൊഡ്യൂസേഴ്സ് ആയി എത്തി നിൽക്കുന്നു സമീർ ടൊവിനോ തോമസ്. പക്ഷെ ഇതില് ഒരു ഗായകനായി ഈ സിനിമയിൽ എത്തുന്ന ശ്രീകുട്ടനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ ചിത്രത്തിന് ശേഷം അതിരടിയിൽ എന്താണ് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്? സുഖാണോ? അത്ര പറഞ്ഞാൽ മതി. അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് എല്ലാവരും ക്രൗഡ് ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റാണ്, സിനിമയെയും ഞങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോ കാലിക്കറ്റ് പ്രൊമോഷൻ വന്നാലും ഒരുപാട് സന്തോഷമാണ്. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന്, ഈ സ്നേഹം തരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ ഈ സിനിമയില് ഞാനൊരു ശ്രീകുട്ടൻ വെള്ളയാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാളൊരു സ്ട്രഗ്ലിംഗ് സിംഗറാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ധാരണ ഇതിനെ പറ്റി കിട്ടും. ഞങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി അധികം ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാത്തത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കരുത്. തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഈ സിനിമയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും എനിക്കും ഈ സിനിമ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് അറിയാം. നിങ്ങൾക്കും കണ്ടു കഴിഞ്ഞ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞങ്ങള് അതിരടി 14-ാം തീയതി മെയ് 14-ന് ഞങ്ങൾ എല്ലാവരും കുറെ സ്വപ്നം കണ്ട് കുറെ ഇഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ 14-ാം തീയതി മുതൽ നിങ്ങളുടെയും കൂടെ സിനിമയാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടൊവിനോ തോമസ് ശ്രീകുട്ടനായി എത്തുന്നു. ഞാൻ നേരത്തെ ബേസിലിനോട് പറഞ്ഞ അതേ കാര്യമാണ്. ഇദ്ദേഹവും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അതിനുശേഷം ഐ തിങ്ക് ക്യാമ്പസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ? മെക്സിക്കൻ പോലെ അങ്ങനത്തെ പിന്നെ ഗോതയിലും. പക്ഷെ ഇങ്ങനെ ഫൺ ആയിട്ടുള്ള ഈ ഒരു ഇതെന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഈ സിനിമയിൽ അതിരടി ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ബേസിലിനെ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒരു സിനിമയിൽ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്ത് ബോഡി ട്രാൻസ്ഫോം ചെയ്ത്, അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കുന്നവർ, നന്നായിട്ട് അതിനെ പാഷനേറ്റ് ആയിട്ട് പലതും സാക്രിഫൈസ് ചെയ്ത് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നവർ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സുഖമാണ്, അല്ലേ? നമുക്കും കൂടെ സന്തോഷം തോന്നും, അല്ലേ? അത് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയത് കാരണം കൊണ്ട് എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട്. പിന്നെ ബേസിലെ മാത്രമല്ല, ഇതിലുള്ള അരുൺ അനിരുദ്ധൻ, ഞങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് ഞങ്ങൾ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ മുമ്പും ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അന്ന് അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ഇന്ന് നടന്നപ്പോ അത് അതിരടി എന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിട്ടാണ് നടന്നത്. പിന്നെ ഇതിൽ പോൾസൺ, റിയനെ എനിക്ക് കൊച്ചിലെ മുതൽ അറിയാം. ABCDയുടെ പ്രൊഡ്യൂസറിന്റെ മോളാണ്. അപ്പോ 2012 സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് കണ്ടതാണ്. അത് കഴിഞ്ഞ് റിയ ഇപ്പോ സർവമായിലെ ഡെലുലു ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് ഇഷ്ടം പിടിച്ചു പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് വിഷ്ണു അഗസ്ത്യ.
ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഓഫ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് വിഷ്ണു അഗസ്ത്യയുടെ പെർഫോമൻസസ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അഡ്മിറേഷൻ തോന്നുന്നുണ്ട്. ഗംഭീരമായിട്ട് ഈ സിനിമയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമയിലെ ഒരു സീൻ ബേസിലും വിഷ്ണു അഗസ്ത്യയും കൂടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഷെൽവിന് ഞങ്ങൾ മുമ്പ് നാരദലിനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഷെൽവിനും ഇതിനകത്ത് പരശു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്യുന്നത്. ത്രൂ ഔട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഈ സിനിമയിൽ